എൻ്റെ ഡേറ്റ് കിട്ടിയ സമയത്ത് ഞങ്ങൾ കമ്മിറ്റി ചേർന്ന് ആലോചിച്ചത് ഞങ്ങൾ വീട് നിർമ്മാണത്തിന് 20 കോടി കൊടുത്തു, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ സമൂഹം ഡിവൈഎഫ്ഐയെ അഭിനന്ദിക്കണ്ടേ? ആ സമയത്ത് ഒരു വ്യക്തിയല്ലല്ലോ ഡിവൈഎഫ്ഐയെ. ഞങ്ങൾ ഇനി എന്ത് ആ വയനാട്ടിലെ പാവപ്പെട്ടവർക്ക്, കഷ്ടപ്പെട്ടവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അവർക്ക് നഷ്ടപ്പെട്ടത് അതുപോലെ അവരുടെ ജീവനോ അവരുടെ കുടുംബക്കാരുടെ ബന്ധുക്കളുടെ ജീവനോ മറ്റു കാര്യങ്ങളോ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. പക്ഷെ അവരെ ഈ ജീവിതത്തിൽ അവർക്ക് എങ്ങനെ സന്തോഷം മറ്റു തരത്തിൽ കൊടുക്കാൻ പറ്റും എന്നാലോചിച്ച് ഞങ്ങൾ യോഗം ചേർന്നു. അങ്ങനെ യോഗം ചേർന്ന് ടിവിയുമായി ആ വീടുകളിലേക്ക് കൊടുക്കാനുള്ള, എല്ലാ വീടുകളിലേക്കും കൊടുക്കാനുള്ള ടിവിയുമായി പോയവരല്ലേ ഞങ്ങൾ. എത്ര പണം വേണ്ടി വരും അതിന്? നിങ്ങൾ ആലോചിച്ചു. 32 ഇഞ്ച് LED TV, ഗൂഗിൾ TV ഞങ്ങൾ പണം കൊടുത്ത് വാങ്ങിയതല്ലേ അല്ലേ? അതും ഈ ഞങ്ങളുടെ ഈ അക്കൗണ്ടിലേക്കാണ്. ഞങ്ങളുടെ വിവിധ കമ്മിറ്റികളാണ്. നിങ്ങൾ നോക്കണം, ഞങ്ങളുടെ ജോലിയുള്ള ഡിവൈഎഫ്ഐ സഖാക്കൾ, അതുപോലെ മുൻകാല ഡിവൈഎഫ്ഐക്കാർ, അവരെ വെച്ച് ഞങ്ങൾ സമാഹരിക്കുക. ഞങ്ങൾക്ക് എവിടെയാണ് ഒളിച്ചു വെക്കാനുള്ളത്? ഈ രേഖകൾ പരിശോധിക്കാൻ ഈ പറയുന്ന എന്തും വിളിച്ചു പറയുന്ന പച്ചപ്പട മോഡലിൽ നാടിനോട് സംസാരിക്കുന്നവരോടല്ല. ഒരു ഉത്തരവാദിത്തപ്പെട്ട കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് നിയോഗിക്കുന്ന ഒരാൾ വരട്ടെ, എന്നിട്ട് പരിശോധിക്കട്ടെ. ഈ പരിശോധനയിൽ മറ്റൊരു ഗുണമുണ്ട്. കേരളത്തിലെ കോൺഗ്രസുകാർക്കും മുസ്ലിം ലീഗുകാർക്കും എന്താണ് ഡിവൈഎഫ്ഐ എന്ന് ബോധ്യപ്പെടുമല്ലോ. എന്നാൽ എങ്കിലും ഇവര് ഒന്നും മിണ്ടാതിരിക്കുമല്ലോ. സാധാരണ ഇങ്ങനെ അക്കൗണ്ട് പരിശോധിക്കാനൊന്നും ഞങ്ങൾ വരാൻ പറയാറില്ല, അതിന്റെ ആവശ്യവുമില്ല. എന്നോട് തന്നെ, നമ്മുടെ തന്നെ സംഘടനയിൽ പലരും പറയുന്നത് ഇമാതിരി ഡാഷുകൾക്കൊന്നും വെറുതെ മറുപടി പറഞ്ഞ് നമ്മുടെ സമയം കളയരുതെന്നാ. പക്ഷേ ഇത് പലരും ഈ ചെറിയ വീഡിയോ ക്ലിപ്പുകളും മറ്റുമായിട്ട് നമ്മളെ സ്നേഹിക്കുന്നവർ എന്താ ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കുക. നുണകൾക്കും ചെറിയ സ്വാധീനമൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നാണല്ലോ. അതുകൊണ്ടാണല്ലോ കനകുലവും VD സതീശനും ഈ പറയുന്ന യൂത്ത് കോൺഗ്രസുകാരും നുണകൾ കൊണ്ട് രക്ഷപ്പെടാം എന്ന് കരുതി വരുന്നത്. ഒരു വീട് പോലും നിർമ്മിക്കാതെ അവിടെ ഇട്ട തറക്കല്ല് പോലും ഇപ്പൊ കാണുന്നില്ല. എന്നിട്ട് അവര് ഞങ്ങളെ ആക്ഷേപിക്കുക. ഈ യൂത്ത് കോൺഗ്രസുകാരും ഈ കോൺഗ്രസുകാരും എങ്ങനെയാണോ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് അഭ്യർത്ഥിക്കുക? ഈ യൂത്ത് കോൺഗ്രസുകാർക്കും കോൺഗ്രസുകാർക്കും ഈ നാട് എന്തടിസ്ഥാനത്തിലാണ് വോട്ട് ചെയ്യാൻ? പറഞ്ഞ വാഗ്ദാനം അതാണ്. അതും സാധാരണ വാഗ്ദാനമല്ല. സർവ്വതും നഷ്ടപ്പെട്ട് ദുരന്തമുഖത്ത് പകച്ചു നിന്നവരുടെ മുമ്പിലാണ് പ്രതീക്ഷകൾ നൽകി ഇവർ പണം പിരിച്ചത്. ആ പണം പിരിച്ചതിന് കണക്കില്ല, പിരിച്ച ആപ്പ് കാണാനില്ല. എന്നിട്ട് പണം സമാഹരിച്ച്, അധ്വാനിച്ച് സമാഹരിച്ച് അത്ഭുതകരമായി സമൂഹത്തിന്റെ മുമ്പിൽ, അതാണ് അത്ഭുതകരമായി ഈ സമൂഹമാകെ ആശ്ചര്യത്തോടു കൂടി നോക്കിക്കണ്ട ഡിവൈഎഫ്ഐ പോലെയുള്ള സംഘടനയെ അപമാനിക്കാൻ ഇവർ പരിശ്രമിക്കുമ്പോൾ അതിന് ഏത് വാക്കുകൊണ്ടാണ് വിളിക്കേണ്ടത്? അതിനെ എന്നിട്ട് ചില മാധ്യമങ്ങൾ ഡിവൈഎഫ്ഐക്കെതിരെ ഗുരുതര ആരോപണവുമായി ഡാഷ്, ഞാൻ അയാളെ പേര് പറയുന്നില്ല, ഞാൻ അത്രയും പ്രയാസത്തോടു കൂടിയാ പറയുന്നത്. എന്തൊരു വൃത്തികെട്ടവന്മാരായി ഇവര്! അല്പം മാന്യത വേണ്ടേ? അതിന്റെ വാർത്ത വരിക, എന്നിട്ട് ഞങ്ങളുടെയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റിനടിയിൽ അത് കൊണ്ടുവന്ന് സ്ഥാപിക്കുക. ഇപ്പൊ ഞങ്ങൾക്ക് പൊതുസമൂഹത്തോട് പറയാനുള്ളത്, ഈ മാന്യതയില്ലാത്ത ദുരന്തമുഖത്ത് അതൊരു സുവർണാവസരമായി കണ്ട് പണം പിരിച്ച് മുക്കി തങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തം പോലും ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റില്ലെന്ന് അവരുടെ അഖിലേന്ത്യാ നേതൃത്വം തീരുമാനിച്ച ഈ വൃത്തികെട്ടവന്മാരെ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കരുതിയിരിക്കണം, ജാഗ്രതയോടുകൂടി കരുതിയിരിക്കണം. എന്തും പറയും, ആരെയും കബളിപ്പിക്കും, എന്ത് തോന്നിവാസവും ചെയ്യും. ഇവരെ വിശ്വസിക്കരുത് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വരും ദിവസങ്ങളിൽ ഈ യൂത്ത് കോൺഗ്രസുകാരും യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ടിരിക്കുന്നവരും ഒക്കെ ഉള്ളിടത്ത് വ്യാപകമായ പ്രചരണ പ്രവർത്തനമായി ഞങ്ങൾ ഇറങ്ങും. വീടെവിടെ കോൺഗ്രസേ, ആപ്പ് എവിടെ കോൺഗ്രസേ എന്ന ചോദ്യവുമായി ഞങ്ങൾ ഇറങ്ങും. ഈ നാടിനെ പറഞ്ഞ് പറ്റിച്ച ഈ കോൺഗ്രസിനെയും യൂത്ത് കോൺഗ്രസിനെയും സമൂഹത്തിന് മുമ്പിൽ ഞങ്ങൾ ഒന്നുകൂടി വിലയിരുത്തുന്ന തരത്തിലേക്ക് പോകും എന്ന് തന്നെയാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്.